വയനാട്ടിൽ ഷോക്കേറ്റ് 2 പേർക്ക് ദാരുണാന്ത്യം. അനൂപ്, ഷിനു എന്നിവരാണ് മരിച്ചത്. വാഴവറ്റ കരിങ്കണ്ണിക്കുന്ന കോഴി ഫാമിലാണ് അപകടമുണ്ടായത്. ഫാമിന് ചുറ്റും കെട്ടിയ അനധികൃത വൈദ്യുത വേലിയിൽ നിന്നാണ് അപകടമുണ്ടായതെന്നാണ് സംശയം. ചുറ്റും ഒരു ചെറിയൊരു നൂൽക്കമ്പി കെട്ടിയതായിട്ട് കാണുന്നുണ്ട്. അതിൽ നിന്നാണ് ഷോക്ക് അടിച്ചതായിട്ട് ചെറിയൊരു സംശയമുള്ളത്. വേറെ രീതിയിൽ നമ്മുടെ ഇതിൽ പ്രമിസിൽ നിന്ന് വരാനുള്ള സാധ്യതയൊന്നും കാണാനില്ല. അതെ, ഒരു ഫെൻസിങ് അവിടെ കാണുന്നുണ്ട്. ആ ഫെൻസിങ്ങിലാണ് ഷോക്ക് അടിച്ച മാതിരിയുള്ളൊരു ഇത് കാണുന്നത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ലിനറ്റ് വർഗീസ് ചേരുകയാണ്. ലിനറ്റ്, ഈ സംഭവം എപ്പോഴായിരുന്നു? ഇവർക്ക് ഈ ഫെൻസിങ്ങിനെ പറ്റി അറിവില്ലാത്തവരാണോ, അബദ്ധത്തിൽ ചെന്ന് ചാടിയതാണോ? എന്താണ് അവിടെ ഉണ്ടായത്? സംഗീത, സാധാരണ രീതിയിൽ കോഴി ഫാം നടത്തി വരുന്ന ആളുകൾ പ്രത്യേകിച്ച് കോഴിക്കുഞ്ഞുങ്ങളെയാണ് വളർത്തുന്നതെങ്കിൽ ഈ വളർത്തുന്നതിന് ചുറ്റും ഫെൻസിങ് സ്ഥാപിക്കാറുണ്ട്. പക്ഷേ അതിന് AC കണക്ഷൻ കൊടുക്കാറില്ല. ബാറ്ററി ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഫെൻസിങ് സാധാരണ നൽകാറുള്ളത്. പക്ഷേ ഇവിടെ അല്ലാതെ അനധികൃതമായിട്ട് ഇത്തരത്തിൽ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടുള്ള ഫെൻസിങ് സംവിധാനം ഉണ്ടായിരുന്നു എന്നാണ് KSEB അധികൃതർ പറയുന്നത്. പ്രത്യേകിച്ച് അതിന് അനുമതി ഉണ്ടായിരുന്നില്ല എന്നാണ് KSEBയുടെ വാദം. ഇതേ തുടർന്നാണ് ഇന്ന് രാവിലെയോടുകൂടി ഇത്തരത്തിൽ ഒരു ദാരുണാന്ത്യത്തിന്റെ വാർത്ത പുറത്തു വരുന്നത്. അതായത് കൽപ്പറ്റയിലെ വാഴവറ്റ സ്വദേശികളായ അനൂപ്, വിനു എന്ന് പറയുന്ന 2 സഹോദരങ്ങളാണ് ഇത്തരത്തിൽ ഷോക്ക് ഏറ്റ് മരിച്ചിരിക്കുന്നത്. ഈ ഫെൻസിങ്ങിനോട് ചേർന്ന് ആണ് ഇവർ മരണപ്പെട്ടതായി കാണാൻ സാധിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ അവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, ഇതിൽ കൂടുതലായ അന്വേഷണം നടത്തേണ്ടത് ആവശ്യമാണ്. കാരണം ഈ ഫെൻസിങ് സംവിധാനങ്ങൾ തന്നെയാണോ മരണകാരണമെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇത്തരത്തിൽ അനുമതിയില്ലാതെ എങ്ങനെയാണ് ഒരു ഫാം പ്രവർത്തിക്കുക, അതായത് ഈ ഫെൻസിങ് സംവിധാനങ്ങൾ എങ്ങനെയാണ് അനുമതിയില്ലാതെ ഈ ഫാമിൽ ഉണ്ടായത് എന്നൊക്കെ തന്നെ അന്വേഷണം നടത്തേണ്ടതാണ്. അതോടൊപ്പം തന്നെ പോലീസും അതോടൊപ്പം KSEB ഇൻസ്പെക്ടറേറ്റും ഈ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. അതേ തുടർന്ന് വീണ്ടും ഫോറൻസിക് സംഘവും സ്ഥലത്ത് പരിശോധന നടത്തുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഫെൻസിങ് സംവിധാനങ്ങൾ തന്നെയാണോ മരണകാരണമെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതോടൊപ്പം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ DC കണക്ഷൻ അല്ലാതെ AC കണക്ഷൻ വെച്ചുകൊണ്ട് ഫെൻസിങ് അവിടെ ഉണ്ടായിരുന്നത് എന്നും എന്താണെങ്കിലും 2 പേരുടെ ദാരുണാന്ത്യമാണ് അവിടെ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ലിനറ്റ് വർഗീസാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.